طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد. നമ്മൾ ഓണം വെക്കേഷൻ കഴിഞ്ഞു, പുതിയ ഒരു ടേമിലേക്ക് പ്രവേശിച്ചു അല്ലേ. ഫിൽ ഫുസൂലിൽ മാദിയ ഫഹിംന വഹ്ദത്തൈൻ, നമ്മൾ 2 യൂണിറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. വൈസ്മുൽ വഹ്ദ അൽ വഹ്ദത്തു അസ്സാലിസ, തേർഡ് യൂണിറ്റ്. വൈസ്മുഹ ഇന്നഹ തസ്നഉ താരീഖ്. ഇന്നഹ തസ്നഉ താരീഖ് എന്താണ് മനസ്സിലായത്? ഇന്നഹ അവൾ, തീർച്ചയായും അവൾ, തസ്നഉ ഷി വിൽ മേക്ക് എ താരീഖ്, ഹിസ്റ്ററി, അവൾ ചരിത്രം സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. മൻ, ആരായിരിക്കും? ഇന്നഹ ഫഹാദിഹി ഹിയ അന്നിസാ ഔ അത്വാലിബാത്ത്, ലേഡീസ് അല്ലെ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വനിതകൾ, അവർ ചരിത്രം സൃഷ്ടിക്കുന്നവരാണ് എന്നാണ്. ആരാണ് ചരിത്രം സൃഷ്ടിച്ച ഏതെങ്കിലും വനിതയുടെ പേര് പറയാൻ പറ്റും നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച കുറേ വനിതകളുണ്ട് അല്ലേ. നമുക്ക് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമുക്ക് കാണാം. അയ്യാൻ നുഷാഹിദ് ഫീഡിയോ താലിബത്തിൻ സനഅത് താരീഖ്, ചരിത്രം സൃഷ്ടിച്ച ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം, കണ്ടുനോക്കാം. ഹൽ തഅരിഫൂന മൻ ഹിയ, ഇവർ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹൽ ഷാഹദ്തും ഫി അത്തിൽഫാസ് അന്നഹ സനഅത് താരീഖ ഫി തൈറാൻ, അവരെന്ത് ചെയ്തു? ഈ വിമാനം പറത്തുന്നതിൽ എന്താണ്? അന്നഹ തയ്യാറത്തുൻ ഫി ഉംരിഹ അത്താസിയത അശർ, 19ാമത്തെ വയസ്സിൽ തന്നെ വിമാനം പറത്തി എന്താണ് പ്രസിദ്ധിയായ ഒരു താലിബത്ത്, ഒരു വിദ്യാർത്ഥിനിയാണ്. അവരുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ആരാണ്? ഹിയ മറിയം ജുനാന ഫി കേരള മിൻ മുഖാത്തഅത്തി മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പോ അവരുടെ മുഴുവൻ വീഡിയോ നമുക്കൊന്ന് കണ്ടുവെക്കാം. ഇനി അവർ വീഡിയോയിൽ ചോദിച്ചോട്ടാ. ഈ പ്രായത്തിൽ തന്നെ സ്വപ്നങ്ങൾ കീഴടക്കി പ്രചോദനമായി കൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ ഒരു മിടുക്കി എനിക്കൊപ്പമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുറയൂർ സ്വദേശിയായിട്ടുള്ള മറിയം ജുമാനയുടെ വീട്ടിലാണ്. 19 വയസ്സുള്ള മറിയം ജുമാന ഫ്ലൈ ചെയ്ത, അതായത് പറപ്പിച്ച ഒരു വിമാനത്തിന്റെ ദൃശ്യങ്ങൾ, അതിൽ നിന്നും ഇറങ്ങി വരുന്ന മറിയം ജുമാനയുടെ ദൃശ്യങ്ങളായിരുന്നു വൈറലായിരുന്നത്. മലപ്പുറം നമ്മളിപ്പോ കണ്ടില്ലേ വയറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു 19കാരി ആ വിമാനം പറത്തിയത് വലിയ രീതിയിൽ ആ പ്രചോദനം ഉൾക്കൊണ്ട് വലിയ അഭിനന്ദനങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സംഭവം? പൈലറ്റ് ട്രെയിനിയാണ് ഇപ്പൊ ട്രെയിനി പൈലറ്റ് ആണ്. സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് CPL-നോട്ടാണ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിലോട്ട്. ഇനി കുറെ പറക്കാനുണ്ട്. ആകെ 7 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ +2 കഴിഞ്ഞ് തിയറി അക്കാദമി ജോയിൻ ചെയ്തു. തിയറി 6 മാസത്തെ കോഴ്സായിരുന്നു. പിന്നെ സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഫ്ലൈ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതെന്നായിരുന്നു? ഓക്കെ, കണ്ട. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? +2 കഴിഞ്ഞിട്ടാണ് ആ പഠനത്തിലേക്ക് തിരിഞ്ഞത്. അതായത് മക്കള്, നിങ്ങളുടെ പ്രായത്തിലാണ് ഈ കുട്ടി എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് പഠനത്തിൽ അല്ലെങ്കിൽ പൈലറ്റ് ആവാൻ തയ്യാറത്ത് പൈലറ്റായി മാറിയിരിക്കുന്നത് അല്ലേ. അപ്പോ പെൺകുട്ടികൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ജെൻഡർ ഫീമെയിൽ, അവര്
ചരിത്രത്തിന് അവരൊരിക്കലും പറകിലല്ല അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും വലിയ വലിയ നേട്ടങ്ങൾ നേടുന്ന കാര്യത്തിലും അവരൊട്ടും പറകിലല്ല അല്ലെ. ഹുനാക്കമൻ ഹിയ ഹിയ മർഅത്തുൻ ഫി യദിഹാ ഖലമുൻ വഅലാ റഅസിഹാ മദാ അലാ റഅസിഹാ, അവളുടെ തലയിൽ എന്താ ഉള്ളത് അല്ലെ, അതിന്റെ നേട്ടമാണ്. ഇൻജാസാത്തുഹു, അവരുടെ അച്ചീവ്മെന്റ്സ്. എന്തുകൊണ്ടാണ്? ബിത്തഅലീം, ഈ പഠനങ്ങൾ അല്ല മക്കളെ. അപ്പോ അൽ മർഅത്തു ഹിയ ജുസ്ഉൻ മുഹിമ്മുൻ ഫിൽ മുജ്തമ. നമ്മുടെ സമൂഹത്തിൽ ഒരു നമ്മൾ ഒരിക്കലും എന്താണ് അകറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ അനാദരിക്കപ്പെടേണ്ട ഒരു വിഭാഗമായി നമ്മൾ സ്ത്രീജനങ്ങളെ കാണാൻ പാടില്ല. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. നമ്മുടെ കൂട്ടുകാരികൾ പരസ്പരം, നിങ്ങൾക്ക് പരസ്പരം ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാകണം അല്ലെ. കാരണം അവരാണ് നമ്മുടെ ചരിത്രവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് വനിതകളായി നമുക്കറിയാം. കൽപ്പന ചൗള, ഇന്ദിരാഗാന്ധി. എപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീജനങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നുണ്ട്, അതുപോലെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല, നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട ആളുകളല്ല എന്നാണ്. ഇനി നമുക്ക് ഹുനാക ദർസുൻ അൻ തിഫ്ലത്തിൻ തുരീദു അൻ തകൂന തയ്യാറത്തൻ. നമ്മുടെ മറിയം ജുമാനിയെ പോലെ ഒരു തയ്യാറത്ത് എന്ന് പറഞ്ഞ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന, തുരീദു അൻ തഫീറ ഫിസ് സമാ ഔ ഫിൽ ഫളാ, അന്തരീക്ഷത്തിൽ പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ. ഇസ്മുഹ, അവളുടെ പേരെന്താണെന്ന് അറിയുമോ? ഇസ്മുഹ ശാന്ത. എന്താ അവളുടെ പേര്? ശാന്ത എന്നാണ്. അന്നഹു ഫിൽ ഫസിൽ യൗമൻ, ഒരു ദിവസം അവള് ക്ലാസ്സിൽ ജഅത്തിൽ മുദരിസ, ടീച്ചർ വന്നപ്പോ അന്നഹ സഅലത്തുൽ മുദരിസ, അവൾ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു. മാദാ സഅലത്, അതാണ് നമ്മൾ വായിക്കുന്നത്. ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല ത്വയൂർ. തഅജ്ജബത്തിൽ മുഅല്ലിമതു വസഅലത് ഇലാ ഐന യാ ശാന്ത. ഇലൽ ഖമരി വൻ നുജൂം. أجابت ساندا بسرعة ونظرت عيناها بالآمال. എന്തായാലും പറയുന്നത് هل نستطيع أن نطير, can we fly مثل الطيور, like birds. പക്ഷിയെ പോലെ നമുക്ക് പറക്കാൻ കഴിയുമോ ടീച്ചറെ എന്നാര് ചോദിച്ചു? ശാന്ത ചോദിച്ചു. അപ്പൊ ആദ്യം കേട്ടപ്പോ മാതാ ഫഅലത്തിൽ മുഅല്ലിമ തഅജ്ജബത്തിൽ മുഅല്ലിമയ്ക്ക് എന്ത് ചെയ്തു? തഅജ്ജബത്ത്, അവർക്ക് അത്ഭുതം തോന്നി. വസഅലത്, എന്നിട്ട് ചോദിച്ചു ഇല ഐന, ടു വേർ യാ ശാന്ത, ഓ ശാന്ത, ടു വേർ യു വാണ്ട് ടു ഗോ ഓർ യു വാണ്ട് ടു ഫ്ലൈ, നീ എവിടേക്കാണ് പറക്കാൻ ആഗ്രഹിക്കുന്നത്? فقالت شاندا إلى القمر والنجوم لا إلى دبي أو إلى ماذا أمريكا. ദുബൈക്കോ അമേരിക്കയിലേക്കല്ല പോകേണ്ടത്, അവൾക്ക് പോകേണ്ടത് എവിടേക്കാണ്? ഇലൽ ഖമർ, ചന്ദ്രനിലേക്കും, വന്നുജൂം, നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ, അവിടെ ഗ്രഹങ്ങളിലേക്കൊക്കെയാണ് എനിക്ക് പോകേണ്ടത് എന്ന് ഖാലത് ശാന്ത. ഫഅജാബത് ശാന്ത ബിസുർഅത്തിൻ, പെട്ടെന്ന് മറുപടി പറഞ്ഞു. ആ മറുപടിയാണിത് അല്ലെ. എവിടേക്കാണ് അവൾ പോകുന്നത്? ലിമാദാ ഔ ഇല ഐന തുരീദു ശാന്ത അത്തൈർ, എവിടേക്കാണ് പറക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇലൽ ഖമരി വന്നുജൂം. വനളറത് ഐനാഹ നളറത് മാദാ ഹുനാക, നളറ എന്ന് പറഞ്ഞാൽ പൂത്തു എന്നാണ്, അല്ലെങ്കിൽ പാകമായി. ഐനാഹ, ഐൻ കണ്ണ്, ബിൽ ആമാൽ, പ്രതീക്ഷകൾ കൊണ്ട് അവളുടെ കണ്ണ് പൂത്തു എന്ന് പറഞ്ഞാൽ അവളുടെ കണ്ണിൽ പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ എന്നർത്ഥം കേട്ടോ. ഫഹാദ് ഇത് കേട്ടപ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ആഗ്രഹം കേട്ടാ നമ്മൾ ചിരിക്കും. അതേപോലെ തന്നെ ലഹികാസ്തികൗഹ, അവളുടെ കൂട്ടുകാരികളും ചിരിച്ചു. ലഹിക്കൽ അത്ഫാൽ, ലഹിക്കൽ അത്ഫാൽ, ലഹിക ചിരിച്ചു. മൻ ലഹിക അൽ അത്ഫാൽ ഫിസ്സഫ്, ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചിരിച്ചു. ലിമാദാ ലിഅന്നഹു തുരീദു അൻ തതീറ ഇലൽ ഖമരി വൻ നുജൂം,
എവിടേക്ക് പോകാൻ ആഗ്രഹിക്കും? ഖമറിലേക്ക് പോകാനൊക്കെ നടക്കുമോ എന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ മറിയം ജുമാനെ വിചാരിച്ചിരുന്നെങ്കിൽ മറിയം ജുമാനക്ക് ഇപ്പൊ പറക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല അല്ലേ? ലാക്കിൻ പക്ഷേ അവൾ എന്ത് ചെയ്തു? ഇബ്തസമത്, ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂളി പോകാൻ പാടില്ല. ഇപ്പത്തെ ഗേൾസ് ഒക്കെ എങ്ങനെ അല്ലേ? ചൂളി പോകുന്നില്ല, അവര് തിരിച്ച് വെറുതെ ഇരിക്കും. ലാക്കിൻ ഇബ്തസമത്, ഷീ സ്മൈൽഡ്, അവൾ ചിരിച്ചു. ലാക്കിൻ ആരല്ല ചിരിച്ചത്? അവളല്ല. ലാക്കിൻ ഇബ്തസമത്തിൽ മുഅല്ലിമ, ടീച്ചർ ചിരിച്ചു. വഖാലത്ത്, എന്നിട്ട് അവൾ ടീച്ചർ പറഞ്ഞു, ശാന്ത ഹാദാ സുആലുൻ ജയ്യിദ്, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ഇതൊരു നല്ല ചോദ്യമാണല്ലോ. അതൊരു സുആലുൻ ജയ്യിദ്. അപ്പൊ ടീച്ചറും അവളെ എന്ത് ചെയ്തു? ഷജഅത്ത്, ടീച്ചറും അവളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോ എന്നിട്ട് പറഞ്ഞത് അൽ ഹഖീഖത്തു, ദ റിയാലിറ്റി, അന്നനാ ലാ നസ്തതിഉ, അന്നനാ വി കാൻ ഫ്ലൈ, നമുക്ക് പറക്കാൻ കഴിയില്ല. അൻ നതീറ, ലാ നസ്തതിഉ അൻ നതീറ, വി കാൻ ഫ്ലൈ. മിസ്ല തുയൂർ, ലൈക്ക് ബേർഡ്സ്, പക്ഷികളെ പോലെ നമുക്ക് പറക്കാൻ പറ്റില്ല. ലാക്കിന്നന, പക്ഷേ ലാക്കിന്നന അൻ നസ്തതിഉ അൻ നസ്ല, വി ക്യാൻ റീച്ച്, നമുക്ക് എത്താം. നസ്തതിഉ അൻ നസ്ല, നമുക്ക് എത്താൻ കഴിയും. ഇലൽ ഖമർ, എവിടേക്ക് എത്താൻ കഴിയും? ചന്ദ്രനിലേക്ക് എത്താൻ കഴിയും. ബി മുസാഅദാത്തിൽ മർക്കബാത്തിൽ ഫളാഇയ, എന്ത് മുഖേന? അന്തരീക്ഷ പേടകം അല്ലെങ്കിൽ വിമാനം മുഖേന അല്ലെ? സ്പേസ് ക്രാഫ്റ്റ്, അതായത് ബഹിരാകാശ പേടകം മുഖേന, അതിന്റെ സഹായത്തോടെ നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് ശാന്തയെ എന്ത് ചെയ്തു? ഷജഅത്തുൽ മുഅല്ലിമ, ടീച്ചർ പ്രോത്സാഹിപ്പിച്ചു. അത് കേട്ടപ്പോ മാദാ ഹദസത് ഹുനാക, അശ്അല ഹാദൽ ഖലാം, അശ്അല കത്തിച്ചു, അല്ലെങ്കിൽ അശ്അല ഹാദൽ ഖലാം ഷറാറത്തുൽ ഹുൽം, എന്താണ്? സ്വപ്നത്തിന്റെ ഒരു തരി കത്തിച്ചു. തരി എന്ന് പറഞ്ഞാൽ തീയുടെ തരി ഉണ്ടല്ലോ, അതാണ്. അശ്അല ഹാദൽ കലാം, ഈ വാക്ക്, ഇത് കേട്ടപ്പോ അവന്റെ സ്വപ്നത്തിന്റെ ഒരു തരി കനൽ അവളിൽ കത്തിച്ചു. എവിടെ? ഫി ഖൽബി ശാന്ത, ശാന്തയുടെ മനസ്സിൽ എന്താണ്? സ്വപ്നത്തിന്റെ ഒരു കൈത്തിരി കത്തിച്ചു ഈ വാക്കുകൾ അല്ലെ? മുൻദു ദാലിക്കൽ യൗം, സിൻസ് ദാറ്റ് ഡേ, ആ ദിവസം മുതൽ, അഖദത് തഹ്ലുമു, ഷീ സ്റ്റാർട്ടഡ് ടു ഡ്രീം, അവള് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വപ്നം കാണാൻ തുടങ്ങി. എന്ത്? അത്വയറാന ഇലൽ ഖമർ ദായിമൻ, എപ്പോഴും ചന്ദ്രനിലേക്ക് പറക്കുക എന്ന സ്വപ്നം അവൾ ആലോചിച്ചുകൊണ്ടേ നടന്നു. അങ്ങനെ അവൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. അവൾ എന്ത് ചെയ്തു? ബദഅത് തഖറഉ, ഷീ ബിഗാൻ ടു റീഡ്, അവൾ വായിക്കാൻ തുടങ്ങി. അനിൽ ഫദാ, എന്തിനെ കുറിച്ച്? ബഹിരാകാശം. വൻ നുജൂം, അതുപോലെ നക്ഷത്രങ്ങൾ. വൽ ഫളാഇയീൻ, അതുപോലെ ആസ്ട്രോണോട്ട്സ് അല്ലെ? ബഹിരാകാശ യാത്രികരെ കുറിച്ചൊക്കെ അവൾ വായിക്കാൻ തുടങ്ങി. കബറത് ശാന്ത എന്ത് ചെയ്തു? അവൾ വലുതായി. വമഅഹാ ഹിലാമുഹാ, ആൻഡ് വിത്ത് ഹിസ് ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങളോടുകൂടി അവൾ വലുതായി. ദറസത് ബിജിദ്ദിൻ, അവൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു. വളരെ നന്നായി. വൈജ്തിഹാദിൻ, എഫേർട്ട് എടുത്ത് പഠിച്ചു. വറക്കസത് അലൽ മവാദിൽ ഇൽമിയ്യ, അവൾ എന്ത് ചെയ്തു? അവൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അലൽ മവാദിൽ ഇൽമിയ്യ, എന്താണ്? സയൻസ് സബ്ജക്ട്സ്. അൽ മവാദ് അൽ ഇൽമിയ്യ എന്താണ്? സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ സയൻസ് മേഖല. അൽ മവാദ് അൽ ഇൽമിയ്യ, എൽമിയ എന്ന് വെച്ചാൽ സയന്റിഫിക് കേട്ടോ. അൽ മവാദ് മെറ്റീരിയൽസ് എന്നൊക്കെ, അതിൽ അവൾ ഫോക്കസ് ചെയ്തു. കാനത്ത് തഖ്ലി സഅഅത്തിൻ ത്വീല, ഷീ സ്പെൻറ്റ്, അവൾ ചെലവഴിക്കുമായിരുന്നു. സഅഅത്തുൻ ജംഉ സഅഅത്ത്, അവേഴ്സ്, മണിക്കൂറുകൾ ചെലവഴിച്ചു. ത്വീല, നീണ്ട മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. ഫിൽ മക്തബാത്ത്, മക്തബത്തുൻ ജംഉ മക്തബാത്ത്, ലൈബ്രറികളിൽ. അക്കബത്ത് വജ്ഹ, അവൾ മുഖം കുത്തിയിരുന്നു പറഞ്ഞ
അവൾ കുറെ നേരം അതിൽ കുത്തിയിരുന്നു. അതൊരു ഭ്രാന്തായി മാറണം അല്ലെ, എന്നാലും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. വഅകബ്ബത് വജ്ഹഹ, അവള് അവളുടെ മുഖം കുത്തിയിരുന്നു എന്ന് വെച്ചാൽ അവൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നാണ്. എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു? അലാ കുത്തുബുൽ ഉലൂം, സയൻസ് പുസ്തകങ്ങൾ, അൽ ഫളാഇയ്യ, എന്ത് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട എന്താണ് അസ്ട്രോണമിക്കൽ കേട്ടോ, അതിന്റെ പുസ്തകങ്ങളിൽ അവള് എന്താണ് കുത്തിയിരുന്നു. ഹീനമാ തദ്രിസ് ഹീനമാ തദ്രുസ് ഫി ജാമിഅത്തുൽ ഉലൂം, അവൾ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ, ഹീനമാ തദ്രുസ് ഫി ജാമിഅത്തുൽ ഉലൂം അലിമത്, ഷീ റിയലൈസ്ഡ്, അവൾ മനസ്സിലാക്കി, അൻ ബർനാമിജ് തദ്രീബ്, ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച്, ട്രെയിനിങ് പ്രോഗ്രാം, ആർക്കല്ലി റുവാദിൽ ഫലാ, എവിടേക്കുള്ള റുവാദുൽ ഫലാ, അസ്ട്രോണോട്ട്സ് കേട്ടോ, ബഹിരാകാശ യാത്രികർ എന്നാണ് റുവാദുൽ ഫലാ. അസ്ട്രോണോട്ട്സുകൾക്ക് എന്താണ് ബഹിരാകാശ യാത്രികർ, അവർക്കുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞു. ഖദ്ദമത് ത്വലബൻ, അവള് ഷീ സബ്മിറ്റഡ് എ റിക്വസ്റ്റ്. ഖദ്ദമത് സബ്മിറ്റഡ്, ത്വലബൻ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് കൊടുത്തു, ലിൽഇൽതിഹാഖ്, ടു ജോയിൻ ഇൻ ദാറ്റ് കോഴ്സ്, അവൾ ആ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചു. കാനത്തിൽ മുനാഫിസ, മത്സരം ഷദീദ, വെരി സ്ട്രോങ്, നല്ല കടുത്ത മത്സരമായിരുന്നു. കാനത്തിൽ മുനാഫിസത്ത് ഷദീദ, നല്ല കടുത്ത മത്സരമായിരുന്നു. ബൽ തഗല്ലബത്, ബട്ട് ഷീ ഓവർകെയിം, അവൾ എന്ത് ചെയ്തു? മറികടന്നു. അലാ ജമീഅ തഹദ്ദിയാത്ത്, എല്ലാ വെല്ലുവിളികളെയും. തഹദ്ദിയത്തുൻ ജമ തഹദ്ദിയാത്ത്, വെല്ലുവിളികൾ, അങ്ങനെയെല്ലാം മറികടന്ന്. വനജഹത്, ഷീ വൺ, അവൾ ജയിച്ചു. ഫി കുല്ലിൽ ഇഖ്തിബാറാത്ത്, ഇൻ ഓൾ എക്സാംസ്, വത്തദ്രീബാത്ത്, ആൻഡ് ട്രെയിനിങ്, എല്ലാ ട്രെയിനിങ്ങിലും ഒക്കെ അവള് വിജയിച്ചു അല്ലെ. അപ്പോ അവള് നമ്മളെ ശാന്ത ഒരു ഹിയഖുദ്വത്തുൻ ലികുല്ലി ത്വാലിബിൻ വ ത്വാലിബത്തിൻ, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു മാതൃകയാണ് അല്ലെ. അവള് നന്നായി, അവൾ അവൾ നന്നായി അധ്വാനിച്ചതുകൊണ്ട് അവിടേക്ക് എത്തി. അങ്ങനെ വസാറത്ത് മുഖ്താറത്തൻ ഫി ഫരീഖ് റുവാദിൽ ഫലാ, അവളെങ്ങനെ ബഹിരാകാശ യാത്രികരുടെ ടീമിൽ, ഫരീഖ് ടീം, അതിൽ അവൾ എന്ത് ചെയ്തു? ഷീ വാസ് സെലക്ടഡ്, അവൾ സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ വഫീത്തിൽ കല്ലയില, അന്നേ ദിവസം ആ രാത്രി, വഫീത്തിൽ കല്ലയില, ഒരു ദിവസം ആ രാത്രിയിൽ, റഅത് ഫി മനാമിഹ, അവൾ സ്വപ്നത്തിൽ കണ്ടു, കഅന്നഹ, എന്തായിട്ട്? കഅന്നഹ, ഷീ വാസ് ലൈക്ക് ഇർതദത്, അവൾ ധരിച്ചിട്ടുണ്ട്, അൽ ബിദ്ലത്തുൽ ഫളാഇയ്യ, ബഹിരാകാശ യാത്രികരുടെ വസ്ത്രത്തിൽ പറയുന്നതാണ് അൽ ബിദ്ലത്തുൽ ഫളാഇയ്യ, സ്പേസ് സ്യൂട്ട് എന്ന് പറയും കേട്ടോ. അതിന്റെ വസ്ത്രമൊക്കെ ധരിച്ചവള് ഇരിക്കുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടു. വഖാമത് അമാമ മിർആത്തിൻ, എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഒരു മിർആത്ത് എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. ഫി ഹുജറത്തിഹ, അവളുടെ മുറിയിൽ. വഖാലത് മുബ്തസിമത്തൻ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാതാ യഖൂൽ, ഓ മാതാ തഖൂൽ, എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നതഖയ്യൽ അഫ്കാറു ശാന്ത, ശാന്തയുടെ എന്താണ് സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് എഴുതാം. എന്തൊക്കെയായിരിക്കും ശാന്തയുടെ സ്വപ്നങ്ങള് അല്ലെ? നമുക്ക് നോക്കാം. തഖയ്യൽ അഫ്കാറു ശാന്ത വനക്തുബ്. അഹ്ലാമി സതതഹഖഖ്, അഹ്ലാമി സതതഹഖഖ്, എന്റെ സ്വപ്നം ഖലീല, കുറച്ച് ദിവസത്തിന് ശേഷം. അൽ ഫതാതു അസ്സഗീറ, അല്ലെ, എന്റെ കുറച്ച് ദിവസത്തിന് ശേഷം എന്റെ സ്വപ്നം സാധ്യമാവും. അൽ ഫതാതു അസ്സഗീറ, ആരാണ് ഞാൻ? അൽ ഫതാതു അസ്സഗീറ, ചെറിയ കുട്ടിയാണ്, ചെറിയ ലേഡി. അല്ലത്തി സഅലത് മുഅല്ലിമതഹ, ആരോട് ചോദിച്ചു? സഅലത് മുഅല്ലിമതഹ, ടീച്ചറോട് ചോദിച്ചു. അതിന് ത്വയറാൻ, പറക്കുന്നതിനെ കുറിച്ച്. മിസല ത്വയർ, പക്ഷിയെ പോലെ പറക്കുന്നതിനെ കുറിച്ച് ചോദിച്ചൊരു കുട്ടി. സൗഫ തതീർ, അവൾ പറക്കും. ബൈന നുജൂം, എന്തിനു മുമ്പിൽ? നക്ഷത്രങ്ങളിലൂടെ പറക്കും. കൈഫ തകൂന തജ്രിബതി ഫിൽ ഫളാ, സ്പേസിൽ എന്റെ എന്താണ് തജ്രിബ, എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാവും? ഹൽ ഉവാജിഹുൽ ഫളാഇ, എനിക്ക് സ്പേസിലുള്ള എന്താണ് സ്പേസിലുള്ള ആളുകളെ, അതായത് അവിടെ വരുന്ന അസ്ട്രോണോട്ട്സിനെ കാണാൻ പറ്റുമോ? ലാ സതീഉ, ലാ ഐ കാണ്ട് അൻ അൻസ, ടു ഫോർഗെറ്റ്, എനിക്ക് മറക്കാനാവില്ല. മുഅല്ലിമത്തി അല്ലത്തി ഹററത്നി, എന്നെ പ്രോത്സാഹിപ്പിച്ച ടീച്ചറെ. എന്തിന്? ഇലാ തഹ്കീഖി അഹ്ലാമി,
എൻ്റെ സ്വപ്നം സാധ്യമാക്കാൻ എന്നെ സഹായിച്ചവർക്ക് അവരെ ഞാൻ മറക്കില്ല. അന മസൂറത്തുൻ ജിദ്ദൽ ആൻ. ഞാനിപ്പോൾ ആരാണ്? ഞാൻ ഐ ആം വെരി ഹാപ്പി ടുഡേ അൽഹംദുലില്ലാ. അല്ലേ? ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ആ കുട്ടിയുടെ ചിന്തയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. പിന്നെ ഹുനാക്ക ബഅദുൽ അസ്ഇല. അതാ നുറാജിഉ അൻ-നസ്സ വനക്തുബ് നുജീബ്. നസ്സ് വായിച്ച് ഉത്തരം കൊടുക്കുക. ലിമാദ തഅജ്ജബത്തിൽ മുഅല്ലിമ. എന്തുകൊണ്ടാണ് ടീച്ചർ അത്ഭുതപ്പെട്ടത്? എന്തുകൊണ്ടാണ്? തഅജ്ജബത്തിൽ മുഅല്ലിമ ഇൻദമാ സഅലത് അനി ത്വയറാൻ. അല്ലേ? ഇൻദമാ സഅലത് ശാന്ത അനി ത്വയറാൻ. പക്ഷിയെ പറക്കുന്നത് പോലെ പറക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്. അല്ലേ? അപ്പൊ നമുക്ക് അതിന് ഉത്തരം എങ്ങനെ കൊടുക്കാം? അല്ലേ? തഅജ്ജബത്തിൽ മുഅല്ലിമത് ഇൻദമാ സമിഅത് സുആൽ ശാന്ത. ശാന്തയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് എന്താണ് ടീച്ചർ അത്ഭുതപ്പെട്ടത്. അടുത്തത് മാതാ സഅലത്ത് ശാന്ത അൽ മുദരിസ. ടീച്ചറോട് എന്താ ചോദിച്ചത്? അൻ തതീറ. അല്ലേ? അൻ തതീറ ഇലൻ നുജൂമി ഔ അവിൽ ഖമർ. ഖമറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറയും? ടീച്ചറോട് എന്താ ചോദിച്ചത്? അത് നമുക്കിങ്ങനെ പറയാം. സഅലത്ത് ഇല എന്താണ്? ഹൽ നസ്തതിഉ അൻ നസ്തീറ മിസ്ല തുയൂർ. ഇതാണ് കുട്ടി ചോദിച്ചത്. നമുക്ക് പക്ഷിയെ പോലെ പറക്കാൻ കഴിയുമോ എന്നാണ് ശാന്ത ചോദിച്ചത്. അല്ലേ? അടുത്ത ചോദ്യം, തുമ്മ മാഹിയ റഗ്ബത്തു ശാന്ത. ശാന്തയുടെ ആഗ്രഹം എന്താണ്? അൻ തതീറ മിസ്ല തുയൂർ. അല്ലേ? ഇലൽ ഖമർ. ഖമറിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. അല്ലേ? കാനത്ത് റഗ്ബത്ത് ശാന്ത അത്തയറാന് മിസ്ല തുയൂർ. പക്ഷിയെ പോലെ പറക്കണം. ഇലൽ ഖമരി വൻ നുജൂം. ഖമറിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും പറക്കണം. അതാണ് അവളുടെ ആഗ്രഹം. അടുത്ത ചോദ്യം, ലിമ ലഹിക്കൽ ഔലാദ്. എന്തുകൊണ്ടാ കുട്ടികൾ ചിരിച്ചത്? ലഹിക്കൽ ഔലാദ് ലമ്മ സമിഉ സുആല ശാന്ത. ശാന്തയുടെ ചോദ്യം കേട്ടപ്പോഴാണ്. അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലഹിക്കൽ ഔലാദ് ഇൻദമാ സമിഉ റഗ്ബത്ത ശാന്ത. ശാന്തയുടെ ആഗ്രഹം കേട്ടപ്പോഴാണ് ചിരിച്ചത്. അല്ലെ? എല്ലാവരും കളിയാക്കി ചിരിക്കും. അല്ലേ? അടുത്ത ചോദ്യം, ഹൽ നസ്തതി വ തയറാൻ മിസ്ല തുയൂർ. പക്ഷിയെപ്പോലെ നമുക്ക് പറക്കാൻ കഴിയുമോ? ഇല്ല. ഇല്ല അല്ലേ? പറക്കാൻ കഴിയില്ല, പക്ഷെ പോകാം. ലാ നസ്തതി വ തയറാൻ മിസ്ല തുയൂർ. പക്ഷിയെപ്പോലെ നമുക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ മർക്കബാത്തിൽ ഫളാഇയ്യ. അല്ലേ? സ്പേസ് ജെറ്റിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. കൈഫ നഖ്ദിറു അലൽ വുസൂൽ ഇലൽ ഖമർ. എങ്ങനെ നമുക്ക് ചന്ദ്രനിലേക്ക് പോകാം? എങ്ങനെ പോകാം? ബിൽ മർക്കബാത്തിൽ ഫളാഇയ്യ നസ്തതിഉ അൻ നസില ഇലൽ ഖമർ ബിമുസാഅദത്തിൽ മർക്കബാത്തിൽ ഫളാഇയ്യ എന്ന ഉത്തരം നമുക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം, മൽ കുതുബില്ലത്തി ഖറഅത് ശാന്ത കസീർ. ശാന്ത അധികമായി വായിച്ചത് എന്തൊക്കെയായിരുന്നു? അൽ കുതുബുൽ ഇൽമിയ്യ. ഖറഅത് ശാന്ത കുതുബൻ അനിൽ ഫളാഇനെ കുറിച്ച്, സ്പേസ്, വൻ നുജൂം നക്ഷത്രങ്ങൾ, വൽ ഫളാഇയ്യീൻ. അല്ലേ? സ്പേസ് ആളുകളെ കുറിച്ച്. അല്ലേ? സ്പേസിൽ പോയ ആളുകളെ കുറിച്ചൊക്കെയാണ് വായിച്ചത്. മത അലിമ ശാന്ത അൻ ബർനാമിജ് തദ്രീബ് ലിറുവാദിൽ ഫളാ. അല്ലേ? സ്പേസിൽ പോകുന്ന അല്ലെങ്കിൽ അസ്ട്രോണോട്ട്സ്, ബഹിരാകാശ യാത്രികരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് എപ്പോഴാണ് അവൾ അറിഞ്ഞത്? അവൾ അവിടെ പഠിക്കുമ്പോൾ. അല്ലേ? ഹീനമാ തദ്റുസ് ഫി ജാമിയത്തുൽ ഉലൂം. ജാമിയത്തുൽ ഉലൂമിൽ പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് അവൾ അറിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.